ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ദളപതി വിജയിൻ്റെ നെക്സ്റ്റ് മൂവിയായ ജനനായകൻ, അൺഫോർച്ചുനേറ്റ്ലി അതാണ് ലാസ്റ്റ് പടം എന്ന് കേൾക്കുന്നുണ്ട്, ആവാതിരിക്കട്ടെ. അപ്പോൾ ആ ഒരു മൂവിയിലെ ടൈറ്റിൽ ട്രാക്ക് ദളപതി കച്ചേരി എന്ന ഒരു സോങ്ങിൻ്റെ ഹുക്ക് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചുതരാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ടു ദ ട്യൂട്ടോറിയൽ. സോ കൺഫ്യൂസ് ആവേണ്ട, ഇതാണ് എൻ്റെ റൈറ്റ്, ഇതാണ് എൻ്റെ ലെഫ്റ്റ്. വീഡിയോ ഓൾറെഡി മിറേർഡ് ആണ്. സോ നിങ്ങളൊരു മിററിൽ നോക്കി എങ്ങനെ പഠിക്കുക അതുപോലെ പഠിച്ചെടുത്താൽ മതി. ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ പോരാ, ഇങ്ങനെ കണ്ടോ. അതായത് ഞാൻ ലെഫ്റ്റ് കാല് ബാക്കിലോട്ട് എടുത്തിട്ടാണ് എൻ്റെ റൈറ്റ് കാല് ഫ്രണ്ടിലോട്ട് വെച്ചത്. 1. എന്നിട്ട് ഇവിടുന്ന് പാൻറ് വെക്കണം. പാൻറ് പൊക്കണം എന്ന് പറഞ്ഞതാ ഇതാണ് കേട്ടോ, വേറെ അർത്ഥത്തിൽ എടുക്കല്ലേ. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ലിഫ്റ്റ്. ഓക്കെ, ഒന്നുമില്ല. റെഡി, 5, 6, 7 ഗോ. റൈറ്റ് കാല് ഫ്രണ്ടിൽ, പാൻറ് ലിഫ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് കാല് ബാക്കിലോട്ട് എടുത്തിട്ട് ലെഫ്റ്റ് കാല് ഫ്രണ്ടിലോട്ട് വെക്കണം. ഒറ്റ കൗണ്ടിൽ. റെഡി, 5, 6, 7 ഗോ. 1. എന്നിട്ട് സെയിം കാര്യം പാൻസ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഒന്നുമില്ല. റെഡി, 5, 6, 7 ഗോ. 1 ഹിറ്റ്, 2 ഹിറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഈ ഒരു ഫുൾ കൊറിയോഗ്രഫിയിൽ കുറച്ച് ലെവലുള്ളത് ഇനി വരാൻ പോണ സ്റ്റെപ്സ് ആണ്. അപ്പോൾ വരാൻ പോണ സ്റ്റെപ്സിന് ഞാൻ ബ്രേക്ക് ചെയ്ത് ബേസ് എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് പൊസിഷൻ, റൈറ്റ്. ഇവിടുന്ന് നിങ്ങളുടെ റൈറ്റ് കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. അപ്പർ ബോഡി അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. അതിനുശേഷം ഈ റൈറ്റ് കാലെടുത്തിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ കൊണ്ടുവരിക. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സ്റ്റെപ്പിൽ അടുത്ത ലെവലും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ റൈറ്റ് കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നു. ക്ലിയർ? അതിനുശേഷം നിങ്ങളുടെ ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് കാല് ലിഫ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുക. കൂടെ ചെയ്തോ. റെഡി, 5, 6, 7 ഗോ. സ്റ്റെപ്പ്, ലിഫ്റ്റ്, ലിഫ്റ്റ്, ടേൺ, ഡ്രോപ്പ്, ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെവലും കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫൈനൽ ലെവലിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ആണ് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ റൈറ്റ് കാലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. നോർമൽ, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതായത് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ജസ്റ്റ് റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാലിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് കാല് ഫ്രണ്ടിലോട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇതേ സമയത്ത് ഇവിടെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹോപ്പ്, ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യണം നിങ്ങൾ. ക്ലിയർ? ഇനി റൈറ്റ് കാല് ലിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് എടുക്കണ്ടേ, അപ്പോൾ വീണ്ടും ഒരു ജമ്പ്, വീണ്ടും ഒരു ജമ്പ്. പിന്നെ ലെഫ്റ്റ് കാല് എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്നില്ലേ, അവിടെ ജമ്പൊന്നും വേണ്ട, ജസ്റ്റ് ലിഫ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ? ഒന്നുകൂടെ നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് ഇത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. റെഡി, 5, 6, 7 ഗോ. 1, 2, 3, 4. റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചു, ലെഫ്റ്റ് കാലുകൊണ്ട് ജമ്പ് ചെയ്തു, റൈറ്റ് കാല് ലിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ഡ്രോപ്പ് ചെയ്തു, ആ സമയത്ത് ജമ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്തു. ക്ലിയർ? അടുത്തത് നമുക്ക് അപ്പർ ബോഡി മൂവ്മെൻറ്റ് പഠിക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് അപ്പർ ബോഡി മൂവ്മെൻറ്റ് മാത്രം പറഞ്ഞുതരാം. അത് പഠിച്ചതിന് ശേഷം കാലിൻ്റെ മൂവ്മെൻറ്റും അപ്പർ ബോഡി മൂവ്മെൻറ്റും നമുക്ക് മേജ് ചെയ്തിട്ട് വീണ്ടും ചെയ്യാം. സോ വാച്ച്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതല്ലേ. അതിനുശേഷം നിങ്ങളുടെ ഷോൾഡർ ഉണ്ടോ, ഈ ഷോൾഡർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ കാലിൻ്റെ ഭാഗം നോക്കണ്ട, കൈ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്താൽ മതി. ഷോൾഡർ, അതായത് റൈറ്റ് ഷോൾഡർ എടുത്തിട്ട് ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് ഷോൾഡർ ഇങ്ങനെ എടുത്തിട്ട്, അത് നിങ്ങൾക്ക് ഡാൻസേഴ്സിൽ കുറച്ച് പേര് ഇങ്ങനെയും ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്നാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തോ. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് റൈറ്റ് ഷോൾഡർ കൊണ്ട് ഒരു ഹിറ്റ് കൊടുക്കുക. എന്നിട്ട് ആ റൈറ്റ് കൈ ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് കൈ കൊണ്ട് റൈറ്റ് കൈയിൻ്റെ എൽബോയിൽ ക്ലാപ്പ് ക്ലാപ്പ്. ഓക്കെ, അപ്പോൾ അതിൽ വിജയ് മാത്രമാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ബാക്കിൽ മമിത, പൂജ ഹെഡ്ജ, ബാക്കി ഡാൻസേഴ്സൊക്കെ ക്ലാപ്പാണ് ചെയ്യുന്നത്. റൈറ്റ് കൈ ഡ്രോപ്പ്, റൈറ്റ് കൈൻ്റെ ഷോൾഡർ കൊണ്ട് ഹിറ്റ്, ലെഫ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് റൈറ്റ് കൈയിൻ്റെ എൽബോയിൽ ക്ലാപ്പ് ക്ലാപ്പ് 2 വട്ടം. 1, 2 ക്ലാപ്പ് ക്ലാപ്പ്, 1, 2 ക്ലാപ്പ് ക്ലാപ്പ്. ഇനി കാലിൻ്റെ മൂവ്മെൻറ്റ് കൂടി ഇതിനൊപ്പം ചെയ്തോ. റൈറ്റ് കാല് നമ്മളെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ചെറിയൊരു ജമ്പും. റൈറ്റ് കാലോണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇവിടെ എല്ലാവരും ഇവിടെ നിന്നോ, ഈ പൊസിഷനിലോട്ട് നിന്നോ. നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാൻറ് ലിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. അതിനുശേഷം അടുത്ത റൈറ്റ് കാലത്ത് ഫ്രണ്ടിലോട്ട് വെക്കുന്നതാണ്. അതേ സമയത്ത് റൈറ്റ് കൈ ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ്, ഹിറ്റ്. ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്താണ് ലെഫ്റ്റ് കാലുകൊണ്ട് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി, 5, 6, 7 ഗോ. 1, 2. ഓക്കെ അല്ലേ? റെഡി, 5, 6, 7 ഗോ. 1, 2 കഴിഞ്ഞ്. ഇനി റൈറ്റ് കാല് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടെ ചെറിയൊരു ജമ്പും. ആ സമയത്ത് ഹിറ്റ്, അതിവിടെ എത്തി. പിന്നെ നമ്മുടെ ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്യുന്നില്ലേ, അവിടെ വീണ്ടും ഹിറ്റ്. ഒന്നുകൂടെ. റെഡി, 5, 6, 7 ഗോ. 1, 2 ഹിറ്റ് ഹിറ്റ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. റെഡി, ഫ്രം ദ ബിഗിനിങ്. 1, lift the pant, switch, lift the pant,
യാ ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കുമ്പോണ്ടല്ലോ എക്സാക്റ്റ് കാല് മുമ്പിലോട്ട് എടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാല് ലിഫ്റ്റ് ചെയ്യുന്നതൊന്നും വിസിബിൾ ആവില്ല. ഓക്കെ, ഞാൻ ഈ ക്യാമറ ആംഗിളിനനുസരിച്ച് ചെയ്യണോണ്ടാണ് കാല് കവറായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, നേരെ ഈ കാലിൻ്റെ നേരെ ഫ്രണ്ടിൽ, ഈ കാല് അപ്പോഴും വിസിബിൾ ആയിരിക്കണം, എന്നാലാണ് ഈ കാലിൻ്റെ മൂവ്മെൻറ്റ് കാണുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് ഇവിടെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യരുതെന്ന്. അപ്പോൾ ഒന്നുകൂടെ ഒരു 5 6 7 ഗോ. 1 2 3 4 സ്റ്റെപ്പ് ഹിറ്റ് ഹിറ്റ്. അപ്പോൾ നമുക്ക് ഇനി ലിറിക്സ് വെച്ച് ചെയ്യാം. ഞാൻ ഇവിടെ ലിറിക്സ് ചെയ്ത് വെച്ചിരിക്കുക. തല്ല് തല്ല് മാ തളപതി ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ലിറിക്സ് വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. റെഡി 5 6 7 ഗോ. എങ്ങനെ വി കച്ചേരി തളപതി കച്ചേരി. ഇതൊരു ഓക്കെ അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ കാൽ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചു. അടുത്ത സ്റ്റെപ്പ്, നിങ്ങളുടെ റൈറ്റ് കൈ എടുത്തിട്ട് ബാക്കിലോട്ട് എടുക്കുക. അത് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് കൈ എടുത്ത് ബാക്കിലോട്ട് എടുക്കുക. അത് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് റൈറ്റ് കൈ വീണ്ടും ബാക്കിലോട്ട് എടുക്കുക. ലാസ്റ്റ് ലെഫ്റ്റ് കൈ ബാക്കിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ഫേസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. ഒന്നുകൂടെ റെഡി 5 6. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെ. റെഡി 5 6 7 ഗോ. 1 2 3 4. ക്ലിയർ? ഇതേ സമയത്ത് കാലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഏത് ഇപ്പോൾ കഴിഞ്ഞ് ഹിറ്റ് ഹിറ്റ്, ഇത് കഴിഞ്ഞ്. ഓക്കെ, ഇവിടുന്ന് കിക്ക് 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 സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പോൾ റൈറ്റ് കാലുകൊണ്ട് കിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കിക്കല്ല, കിക്ക് ചെയ്യുന്ന അതേ ടൈമിൽ നമ്മൾ ലെഫ്റ്റ് കാലുകൊണ്ട് ഹോപ്പ് ചെയ്യണം. 1 2 3 4. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ റെഡി 5 6 7 ഗോ. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തു, ഹിറ്റ് ഹിറ്റ് ചെയ്തു. ഇവിടുന്ന് കിക്ക് 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 സ്ട്രെയിറ്റ്. അതിനുശേഷം ഈ റൈറ്റ് കൈ കൊണ്ട് 1 2 ക്രോസ്, ഒരു ക്രോസ്, സെക്കൻഡ് ക്രോസ്. അതേ ടൈമിൽ റൈറ്റ് കാലുകൊണ്ട് എക്സ്ക്യൂസ് മീ, അതേ ടൈമിൽ റൈറ്റ് കാലുകൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് 1 2. ഓക്കെ അല്ലേ? അതിനുശേഷം ഈ റൈറ്റ് കാല് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ജമ്പ്. ഓക്കെ, റെഡി 5 6 7 ഗോ. ജമ്പ്. ആ ജമ്പിൽ രണ്ട് കൈ കൊണ്ടും ഒരു ക്ലാപ്പ്. റെഡി 5 6 7 ഗോ. ക്ലാപ്പ്. ക്ലിയർ? ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് എവിടെ എത്തി? ഈ ഒരു സ്റ്റെപ്പിലെത്തി. ഇവിടുന്ന് റൈറ്റ് കൈ ബാക്കിലോട്ട് എടുത്തപ്പോൾ ഒരു കിക്ക്, ലെഫ്റ്റ് കൈ ബാക്കിലോട്ട് എടുത്തപ്പോൾ വീണ്ടും ഒരു കിക്ക്, വീണ്ടും റൈറ്റ് കൈ ബാക്കിലോട്ട് എടുത്തപ്പോൾ ഒരു കിക്ക്, പിന്നെ സ്ട്രെയിറ്റ്. അപ്പോൾ ലെഫ്റ്റ് കൈ ബാക്ക് മേലെ. ഓക്കെ, ഇവിടുന്ന് ഇനി റൈറ്റ് കൈ കൊണ്ട് രണ്ട് ക്രോസ്. അതേ ടൈമിൽ റൈറ്റ് കാലോട് രണ്ട് സ്റ്റെപ്പ്, ക്രോസ് ക്രോസ്. ഇനി റൈറ്റ് കാല് ലിഫ്റ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് കാൽ ലിഫ്റ്റ് ചെയ്യണ ഒരു ജമ്പ്. അതേ ടൈമിൽ രണ്ട് കൈ കൊണ്ടും ഒരു ക്ലാപ്പ്. വീണ്ടും ഫ്രം ദ ബിഗിനിങ് ലൂപ്പ്. അപ്പോൾ ആദ്യം മുതൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റൈറ്റ് കാല് ഫ്രണ്ടിൽ, പാൻറ് ലിഫ്റ്റ്, സ്വിച്ച്, പാൻറ് ലിഫ്റ്റ്. റൈറ്റ് കാല് ഫ്രണ്ടിൽ, ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്തു, റൈറ്റ് കാല് ജമ്പ് ചെയ്തു, ലെഫ്റ്റ് കാല് ലിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റ് കാലുകൊണ്ട് കിക്ക്, വീണ്ടും കിക്ക്, വീണ്ടും കിക്ക്, സ്ട്രെയിറ്റ്. അതിനുശേഷം സ്റ്റെപ്പ് സ്റ്റെപ്പ്, അതിൻ്റെ കൂടെ തന്നെ കൈ കൊണ്ട് ക്രോസ് ചെയ്തു, ക്ലാപ്പ്, സ്ട്രെയിറ്റ്. വീണ്ടും 1 2 3 4 5 1 2 3 സ്റ്റെപ്പ് 1 2. ലാസ്റ്റ് ജമ്പ് അല്ല, വിജയൻ്റെ ഇങ്ങനൊരു പരിപാടിയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിറിക്സ് വെച്ച് ചെയ്ത് നോക്കാം. ലിറിക്സ് ഞാൻ നോക്കട്ടെ സെക്കൻഡ്. എങ്ങനെ വി കച്ചേരി തലപതി കച്ചേരി വങ്ങന വണക്കം കന്ന വെറുത്തനമ വൈബാവല്ലമ്മ സീന്. ലിറിക്സ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഒരു നോർമൽ സ്പീഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി 5 6 7 ഗോ. എങ്ങനെ വി കച്ചേരി തലപതി കച്ചേരി വങ്ങന വണക്കം കന്ന വെറുത്തനമ വൈബാവല്ലമ്മ. വീണ്ടും എങ്ങനെ വി കച്ചേരി തലപതി കച്ചേരി കൊടിയ പറക്ക വിട്ട് വിരുന്ന് വെച്ച് കൊണ്ടാട ലാമ. അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോർമൽ സ്പീഡിലും ചെയ്ത് നോക്കാം. പക്ഷേ നോർമൽ സ്പീഡിൽ എനിക്ക് ലിറിക്സ് കൂടെ പാടാൻ കഴിയില്ല, പാടില്ല, ലിറിക്സ് കൂടെ പറയാൻ കഴിയില്ല. അപ്പോൾ കൗണ്ട് വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കാം. ഇതായിരിക്കും എൻ്റെ നോർമൽ സ്പീഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റെപ്സിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചെടുക്കുമ്പോൾ കൺഫ്യൂസ് ആവുകയാണെങ്കിൽ ജസ്റ്റ് പോസ് ദ വീഡിയോ and do it again. Okay, പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തോട്ട് പോവാം. So let's do with the normal speed with the counts. Ready 5 6. ഫസ്റ്റ് ടേണും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. Ready 5 6 7 ഇങ്ങനെ ടേൺ ചെയ്യുന്നു. തലപതി റെഫറൻസ്, പോക്കിരി പടത്തിലെ റെഫറൻസ്, പിന്നെ എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു വിത്ത് ദ നോർമൽ സ്പീഡ്. Ready 5 6 7 go. 1 2 3 4 5 1 2 3 4 1 2 jump. 1 2 1 2 3 4 5 6 7 8 1 2 3. So that's it for today. We'll see you on the next tutorial video soon. Bye.